എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് പാലക്കാട് ജില്ലയിൽ ഒറ്റപ്പാലം താലൂക്ക് മുരിക്കുംപറ്റ ഭാഗത്താണ് കേട്ടോ. അതായത് ഒറ്റപ്പാലം ടൗണിൽ നിന്ന് അമ്പലപ്പാറ, വേങ്ങശ്ശേരി, മണ്ണാർക്കാടൊക്കെ പോകുന്ന വഴിയിലാണ് ഈ മുരിക്കുംപറ്റ എന്ന് പറഞ്ഞ സ്ഥലം കേട്ടോ. നമുക്കിന്ന് കൊടുക്കാനുള്ളത് ഈ കാണുന്ന വീടാണ്. ഇതിൽ 9 സെൻറ്റ് സ്ഥലമാണ്. നല്ല പൂന്തോട്ടമൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുള്ള നല്ലൊരു ആംബിയൻസ് ഉള്ള നല്ലൊരു വീടാട്ടോ അത്. 1200 സ്ക്വയർ ഫീറ്റാണ് ഈ വീടിൻ്റെ വിസ്തീർണം. 3 ബെഡ്റൂമാണ് ഉള്ളത്. 3 ബെഡ്റൂമിൽ 2 ബെഡ്റൂം അറ്റാച്ച്ഡും ഒരു സാധാ ബെഡ്റൂമാണ് ഉള്ളത് കേട്ടോ. വെള്ള സൗകര്യത്തിന് ബോർവെല്ലും പിന്നെ പൈപ്പ് കണക്ഷനുമാണ് ഉള്ളത്. ഒറ്റപ്പാലം റെയിൽവേ സ്റ്റേഷന്, ഒറ്റപ്പാലം ബസ് സ്റ്റാൻഡിൽ നിന്നൊക്കെ വെറും 6 കിലോമീറ്റർ മാത്രമേ ഈ ദൂരമുള്ളൂ ഈ വീട്ടിലേക്ക്. ചുറ്റും ഇൻ്റർലോക്കൊക്കെ ഇട്ട് 4 ഭാഗം കോമ്പൗണ്ട് വാളൊക്കെ കെട്ടി നല്ലൊരു വീടാണ് കേട്ടോ അത്. അതുപോലെ വളപ്പിൽ 3 മാവുണ്ട്. ഇതാ നന്നായിട്ട് കായ്ക്കുന്നൊരു തെങ്ങുണ്ട്, പിന്നെ ഒരു തേക്ക്. ഇത് വീടിൻ്റെ പുറകുവശം കേട്ടോ, അടുക്കളയുടെ പുറകുവശം. ഇവിടെ ഇതാ ഷീറ്റൊക്കെ ഇട്ടിട്ട് ഇവിടെ എക്സ്ട്രാ ഒരു വിറകടുപ്പും പിന്നെ പാത്രം കഴുകാനുള്ള വലിയൊരു സംവിധാനം അവിടെ ചെയ്തിട്ടുണ്ട്. പിന്നെ വീടിൻ്റെ അടുക്കളയുടെ പുറകുവശത്ത് തൊട്ടായിട്ട് നന്നായിട്ടുള്ളൊരു കോമൺ ആയിട്ടുള്ളൊരു ബാത്റൂമുണ്ട് കേട്ടോ. ഇന്ത്യൻ ക്ലോസറ്റാണ്. ഈ ഭാഗം വീടിൻ്റെ വലതുവശം അവിടെ ഫ്രണ്ടിലേക്കുള്ള കാഴ്ചയാണ് കേട്ടോ അവിടെ. ഇനി വീടിൻ്റെ കാഴ്ചയിലേക്ക് വരികയാണെങ്കിൽ പടിഞ്ഞാറ് ഫേസ് ചെയ്തിട്ടാണ് വീട് നിൽക്കുന്നത്. കയറിയ ഭാഗം തന്നെ നല്ലൊരു പൂമുഖം പോലെ ഒരു ഓപ്പൺ സിറ്റ് ഔട്ട് കേട്ടോ. ഇരിക്കാനുള്ള സംവിധാനമൊക്കെ ചാരുപടി വെച്ച് നന്നായിട്ട് സേഫ്റ്റിയാക്കി ചെയ്തിട്ടുണ്ട്. അതുപോലെ മരത്തിൻ്റെ വർക്കുകളൊക്കെ ഫുള്ള് തേക്കാണ് കേട്ടോ. മെയിൻ ഡോറ് കടന്ന് ഉള്ളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നല്ല വലിയൊരു ലിവിങ് ഏരിയ, ഷോക്കേസും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് നല്ല വൃത്തിയുള്ളൊരു വീടാട്ടോ അത്. കണ്ടോ, ഒരു ആർച്ച് ഇതിങ്ങനെ സെപ്പറേറ്റ് ചെയ്തിട്ട് ലിവിങ് ഏരിയ ആക്കി മാറ്റിയിരിക്കുകയാണ്. ഇവിടെ സോഫ കാര്യങ്ങളൊക്കെ ഇവിടെയാണ് വെച്ചിട്ടുള്ളത്. ലിവിങ് ഏരിയയുടെ അപ്പുറത്താണ് ഡൈനിങ് ഏരിയ കേട്ടോ. ഇവിടെയാണ് ഡൈനിങ് ഏരിയ സെറ്റ് ചെയ്തിട്ടുള്ളത്. അവിടെയും ഷോക്കേസും വാഷ് ബേസിനൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഭാഗത്തു നിന്ന് തന്നെയാണ് 3 ബെഡ്റൂമിലേക്കുള്ള എൻട്രൻസ്, മുകളിലേക്കുള്ള സ്റ്റെയർ കേസും ഒക്കെ കേട്ടോ. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇതാണ് ആദ്യത്തെ ബെഡ്റൂം. നല്ല വലിപ്പമുള്ള ബെഡ്റൂം തന്നെയാണ് കേട്ടോ. മരം കൊണ്ടുള്ള ഡ്രസ്സിൻ്റെ അലമാരൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ ആരുടെയിലൊക്കെ വീടോ പ്രോപ്പർട്ടിയൊക്കെ കൊടുക്കാനുണ്ടെങ്കിൽ ഇതിൽ കൊടുത്ത നമ്പറിൽ വിളിക്കണേ. ഇതാണ് ഈ ബെഡ്റൂമിലെ ബാത്റൂം. ഓരോ ഏരിയയിലും വീടുകളെ അന്വേഷിച്ചിട്ട് ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ട് നമുക്ക്. അതുകൊണ്ട് നിങ്ങളുടെ ആരുടെയും വീടൊക്കെ കൊടുക്കാനുണ്ടെങ്കിൽ അറിയിച്ചാൽ പെട്ടെന്ന് തന്നെ നമുക്ക് സെയിൽ ചെയ്യാവുന്നതാണ് കേട്ടോ. അതിൻ്റെ തൊട്ട് തന്നെയാണ് ഇതാ രണ്ടാമത്തെ ബെഡ്റൂം. അത്യാവശ്യം നല്ല വലിപ്പമുള്ള റൂമുകളാട്ടോ ഓരോന്നും. ആ തൊട്ട ബെഡ്റൂമിലെ കണ്ട പോലെ തന്നെ ഇതിലും മരം കൊണ്ടുള്ള മറ്റേ ഡ്രസ്സിൻ്റെ അലമാറയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇത് ബാത്റൂം ഇല്ലാത്ത ബെഡ്റൂമാണ്. വീടൊരു 10 വർഷം കഴിഞ്ഞിട്ടുണ്ടാവും. പക്ഷേ പഴയ മണലും ഇഷ്ടികയൊക്കെ കൊണ്ട് കെട്ടിയോണ്ട് നല്ല സ്ട്രോങ് ആട്ടോ. ഇപ്പോഴത്തെ എംസാൻഡ് പോലത്തെ സ്ട്രോങ് ഇല്ലാത്ത വീടുകളല്ല. ഇതാണ് മൂന്നാമത്തെ ബെഡ്റൂം. ഇതും ആദ്യം കണ്ട ബെഡ്റൂമിൻ്റെ പോലെ അതേമാതിരി വലിപ്പമൊക്കെ ഉള്ളത് തന്നെ കേട്ടോ. ഇത് അറ്റാച്ച്ഡാണ്. മൊത്തം 3 ബെഡ്റൂമാണ്. 3 2 അറ്റാച്ച്ഡ്, 1 കോമൺ ആയിട്ടുള്ളതും. ഇതാണ് ഇതിലെ ബാത്റൂം കേട്ടോ. നല്ല വൃത്തിയുള്ള ബാത്റൂമുകൾ തന്നെ എല്ലാതും. 9 സെൻറ്റ് സ്ഥലം, 1200 സ്ക്വയർ ഫീറ്റ്, 3 ബെഡ്റൂമുള്ള ഈ വീടിന് ഇതിൻ്റെ ഓണർ വില പറയുന്നത് 40 ലക്ഷം രൂപയാണ് കേട്ടോ. എങ്കിലും നെഗോഷ്യബിളാണ്, വില കുറച്ച് കിട്ടുന്നതാണ്. നമ്മളിപ്പോൾ ബെഡ്റൂമിൽ നിന്ന് വീണ്ടും ഹാളിലേക്ക് എത്തി. ഹാളിൽ നിന്ന് തന്നെ വീണ്ടും അടുക്കളയിലേക്കുള്ള എൻട്രൻസ്. അടുക്കളയിലെ ടൈൽസ് വേറൊരു മോഡലാണ്. ഇവിടെ എല്ലാവിധ സെറ്റിങ്സും ചെയ്തിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം വലിപ്പമൊക്കെ ഉള്ള അടിയിലെ കബോർഡ് വർക്കൊക്കെ ചെയ്തിട്ടുള്ളൊരു അടുക്കളയാണ്. കണ്ടില്ലേ, മുകളിൽ അതിൻ്റെ റാക്ക്, സ്ലാബ് കൊണ്ടുള്ള റാക്കും സെറ്റ് ചെയ്തിട്ടുണ്ട്. അവിടുന്ന് അതിൻ്റെ തൊട്ട് തന്നെയാണ് മറ്റേ വിറകടുപ്പ്, ആലുവ പുകയില്ലാത്ത വിറകടുപ്പ്. ഇവിടെയും ചുമരിലൊക്കെ ഷെൽഫും കാര്യങ്ങളൊക്കെ ഗ്ലാസ് ടൈപ്പ് ചെയ്തിട്ടുണ്ട്. അവിടെ ഒരു സിങ്ക് ഉണ്ട്. ഇവിടുന്ന് അവിടെ ഒരു ഇരുമ്പിൻ്റെ ഡോറ് വെച്ചിട്ടുണ്ട്. അടുക്കളയുടെ പുറത്ത് വശത്തേക്കുള്ള കാഴ്ചയാണ്. അവിടെ ഒരു വിറകടുപ്പ് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ, വലുതാക്കിയിട്ട്. പാത്രം കഴുകാനുള്ള ഒരു സെറ്റിങ്സും ഉണ്ട്. എല്ലാവിധ ആളുകളും മിക്സായിട്ട് തിങ്ങിപ്പാർക്കുന്ന ഒരു ഏരിയയാണ് കേട്ടോ.
അതുകൊണ്ട് തന്നെ ആ പള്ളി, അമ്പലം, മദ്രസ എല്ലാം ചുറ്റുഭാഗത്തായിട്ടുണ്ട്. ഒരു 5 കിലോമീറ്റർ മാറിയിട്ട് ക്രിസ്ത്യൻ പള്ളിയുണ്ട്. നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് ഈ വീട് നിൽക്കുന്നത് കേട്ടോ. ആവശ്യമുള്ളവർ ഇതിൽ കൊടുത്ത നമ്പറിൽ വിളിക്കുക. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി.